കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തിരുന്നു. അതിൽ എഴുതിയ സെൻറ്റൻസുകളെല്ലാം നമ്മൾ തൊട്ട് മുമ്പ് ജസ്റ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് മുമ്പ് അവസാനിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാർട്ട് 2-ലും ഈ സംഭവിച്ച കാര്യം പ്രസൻ്റായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് അതിൻ്റെ പ്രസക്തി, അതിൻ്റെ റെലവൻസ്, അതിൻ്റെ ഇഫക്റ്റ് കിടക്കുന്നത് പ്രസൻറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് നമുക്ക് ഒരു തരത്തിൽ അതൊരു പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് നമുക്ക് പറയാം. ഈ സെൻറ്റൻസ് നോക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ റൂൾസ് പറഞ്ഞല്ലോ. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, ഹാസ് പ്ലസ് V3. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഹാവ് പ്ലസ് V3. അപ്പോൾ V3 ആണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ചില വെർബിൻ്റെ V3യും V1ഉം ഒരുപോലെ ഇരിക്കും. നോക്കുക. കം, കെയിം, കം. കം എന്നാണ് അവിടെ അവസാനം വരുന്നത്, V3 ആയിട്ട് വരുന്നത്. പിന്നെ ചിലതിൻ്റെ V2യും V3യും ഒരുപോലെ ഇരിക്കും. മെയ്ക്ക്, മെയ്ഡ്, മെയ്ഡ്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. ഇവിടെ ബ്രോട്ടിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബ്രോട്ട് തന്നെയാണെന്നവിടെ സൂചിപ്പിക്കാൻ വേണ്ടി V3 എഴുതിയിരിക്കുന്നത്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അതെന്താണ്, കഴിഞ്ഞു പോയ ഒരു ടൈം പോയിന്റുകൾ കൊടുക്കരുത്. യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ എഗോ എന്നോ ഒന്നും നമ്മൾ കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ കൊടുക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോഴാണ്. അതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്ക്. ദേ അറൈവ്ഡ്. ഇവിടെ അറൈവ് V1ഉം അറൈവ്ഡ് V2 ആണ്. ദേ അറൈവ്ഡ്, അവർ എത്തിച്ചേർന്നു. സം ടൈം എഗോ. ഇത് മലയാളം ഒന്നുകൂടി വേറെ രീതിയിൽ പറഞ്ഞാൽ ദേ അറൈവ്ഡ്, അവർ എത്തിച്ചേർന്നു, എത്തിച്ചേർന്നിരുന്നു. സം ടൈം എഗോ, കുറച്ച് മുമ്പ് അവർ എത്തിച്ചേർന്നിരുന്നു, എത്തിച്ചേർന്നതായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഇത് നോക്കുക. ദേ ഹാവ് അറൈവ്ഡ്, അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് പറയാൻ കാരണം നമ്മളൊരു കുറേ ഗസ്റ്റുകളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർ വരും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് അറിയിക്കണതാ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഇഫക്റ്റ് അറിയാലോ. അതാണ് പറയുന്നതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പറയുന്നത്. ദേ ഹാവ് അറൈവ്ഡ്, അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അറൈവ്ഡിൻ്റെ V1 അറൈവാണ്, അറൈവ് വരെയും. V2 അറൈവ്ഡ്, V3യും അറൈവ്ഡ്. ദേ ഹാവ് അറൈവ്ഡ്, അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ദേ അറൈവ്ഡ് സം ടൈം എഗോ, അവർ കുറച്ച് മുമ്പ് എത്തിച്ചേർന്നിരുന്നു. ഇനി നോക്കുക. നമ്മളൊരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലോ കുറച്ച് പൈസ നമ്മൾ കൊടുത്തിരുന്നു. ആ പൈസ നമ്മൾ തിരിച്ച് ആവശ്യപ്പെട്ട അയാളോട്. അപ്പോൾ അയാൾ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഹാവ് യു ബ്രോട്ട് ദ മണി? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ മുമ്പെങ്ങോ, ഇന്നലെയോ അതിന് മുമ്പോ കൊണ്ടുവന്നു പോലെയായി. പക്ഷെ ഇവിടെ പ്രസൻറ്റിൽ നമുക്ക് ആ പണം വേണം. അതാണ് ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ പണം ഇങ്ങോട്ട് വേണം. അതാണ് ചോദിക്കുന്നത്. ഹാവ് യു ബ്രോട്ട് ദ മണി? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതൊരു ബുക്കാണെങ്കിൽ, ഒരു ബുക്കാണ്, നോവലാണ്. അത് അയാളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, ഹാവ് യു ബ്രോട്ട് ദ നോവൽ? ഹാവ് യു ബ്രോട്ട് മൈ ബുക്ക്? എൻ്റെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇനി അതൊരു സംഭവം എന്താണ്. അപ്പോൾ നോക്കുക. അപ്പോൾ ഒരാൾ നമുക്ക് പണം തരാനുണ്ടായിരുന്നു. അയാളോട് പണം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇല്ലാത്ത സമയത്ത് എന്താണ്, അയാൾക്ക് നമ്മളെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്താണ്, പണം കൊടുത്തിരുന്നു അല്ലെങ്കിൽ കൊടുത്തിരുന്നില്ല, ആ കാര്യം സൂചിപ്പിക്കാൻ നമ്മൾ ചെയ്യും, ഹി ബ്രോട്ട് ദ മണി യെസ്റ്റർഡേ? അയാൾ ഇന്നലെ പണം കൊണ്ടുവന്നിരുന്നു. അല്ലാതെ ഇന്നലെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് എന്താണ്, കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയരുത്. ഇന്നലെ അയാൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മൾ V2 ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കിയാൽ അറിയാലോ. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് വെർബിൻ്റെ V2 വെച്ചാണ്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. അപ്പോൾ ഹി ബ്രോട്ട് കൊണ്ടുവന്നിരുന്നു. ഇവിടെ ബ്രോട്ട് V3 ആണ്. അപ്പുറത്തും ശ്രദ്ധിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെയാണ്, ഡിഡ് വരും. സബ്ജക്റ്റ് ഏതായിരുന്നാലും ഡിഡ് വരും. പിന്നെ വെർബിൻ്റെ V1 ഉപയോഗിക്കും. അപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്, അയാൾ കൊണ്ടുവന്നോ, ഇന്നലെ കൊണ്ടുവന്നോ? ഡിഡ് ഹി ബ്രിങ്? ഡിഡ് കഴിഞ്ഞിട്ട് ഹി,
ഡിഡ് ഹി ബ്രിങ് മതി, കൊണ്ടുവന്നിരുന്നോ. ഡിഡ് ഹി ബ്രിങ് ദ മണി യെസ്റ്റർഡേ, ഇന്നലെ പണം കൊണ്ടുവന്നിരുന്നോ. അതാണ് സിമ്പിൾ പാസ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി നോക്കുക, നമ്മൾ ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അയാൾ വന്നിട്ടില്ല. അപ്പോൾ പറയും ഹി ഹാസിൻഡ് കം എറ്റ്, അയാൾ എറ്റ് ഇതുവരെയായിട്ടും അവൻ വന്നിട്ടില്ല, അയാൾ വന്നിട്ടില്ല, അദ്ദേഹം വന്നിട്ടില്ല. നമ്മളിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ടില്ല. ഇത് നമ്മൾ ലാസ്റ്റ് വീക്ക് എന്നറിയാം, പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് വരുന്നതാണ്. ഡിഡ് ഹി കം ഹിയർ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച അയാൾ ഇവിടെ വന്നിരുന്നോ. ഡിഡ് ഹി കം ഹിയർ, ഇവിടെ കം അറിയാലോ V1 ആണ്. കാരണം നമ്മൾ സിമ്പിൾ പാസ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്മൾ ആക്കുമ്പോൾ എപ്പോഴും ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഡിഡ് ഹി കം ഹിയർ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച അയാൾ വന്നിരുന്നോ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഈ ഹാസിൻ്റെ കമ്മെറ്റ്, അയാൾ ഇതുവരെ വന്നിട്ടില്ല. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കിയാലോ, ഹാസിൻ്റെ ഹി, ഈ ഹാസിൻ്റെ ആദ്യം ഇടും, ഹി അപ്പുറത്തേക്ക് ഇടും. ഹാസിൻ്റെ ഹി കമ്മെറ്റ്, അവൻ ഇതുവരെ വന്നിട്ടില്ലേ എന്നാവും. ഇനി ഡിഡ് ഹി കം ഹിയർ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണല്ലോ. കഴിഞ്ഞ ആഴ്ച അയാൾ വന്നിരുന്നോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അയാൾ വന്നു എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാക്കും, പിന്നെ ഡിഡ് വേണ്ടല്ലോ, ക്വസ്റ്റ്യൻ അല്ലല്ലോ. അപ്പോൾ ഹി കമ്മൻ്റെ ഭാഗത്ത് എന്ത് വരും, V2 വരും. ഹി കെയിം ഹിയർ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച അയാൾ വന്നിരുന്നു. ഇനി സെൻറ്റൻസ് നോക്കുക. ഷി ഹാസ് മേഡ് അപ്പ് ഹെർ മൈൻഡ്. മേക്കപ്പ് മൈൻഡ് എന്ന് വെച്ചാൽ ഡിസൈഡ് എന്നാണ്, തീരുമാനമെടുക്കുക. അപ്പോൾ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് അവിടെ ഹെർ മൈൻഡ് എന്നായി. അപ്പോൾ ഹി ആണെങ്കിൽ ഹിസ് മൈൻഡ് ആവും, ഐ ആണെങ്കിൽ മൈ മൈൻഡ് ആവും, ദേ ആണെങ്കിൽ ദെയർ മൈൻഡ് ആവും, വി ആണെങ്കിൽ അവർ മൈൻഡ് ആവും. നമ്മൾ പ്രൊനൗൺസിൽ പഠിച്ചിരുന്നു. ഷീ ഹാസ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ്, അവൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ അത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ ഷീ മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ്, അവൾ തീരുമാനിച്ചു. ടു കൺഫ്രണ്ട് ഹിം, കൺഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ഫേസ് ചെയ്യുക, അയാളോട് തർക്കിക്കാനോ അയാളോട് ചോദിക്കാനോ ഒക്കെ ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. ഷീ മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു കൺഫ്രണ്ട് ഹിം, അവനെ കൺഫ്രണ്ട് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ്. ഇവിടെ മെയ്ഡ് V2 ആണ്, ഇവിടെ മെയ്ഡ് V3 ആണ്. ഡിഫറൻസ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ആക്കിയാലോ, അവൾ ഇത് നെഗറ്റീവ് ആക്കിയാലോ, ഷീ ഹാസിൻ്റെ മെയ്ഡപ്പ് ആവും. ഹാസിൻ്റെയോ ഹാസ് നോട്ടോ പറയാം. ഷീ ഹാസ് നോട്ട് ഹാസിൻ്റെ മെയ്ഡപ്പ് ഹെർ മൈൻഡ്. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കിയാൽ അവൾ തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാസ് ഷീ, ഹാസ് ആദ്യോടും ഷീ അങ്ങോട്ടും. ഹാസ് ഷീ മെയ്ഡപ്പ് ഹെർ മൈൻഡ്, തീരുമാനിച്ചിട്ടില്ലേ, തീരുമാനമെടുത്തിട്ടില്ലേ എന്നാണെങ്കിൽ ഹാസിൻ്റെ ഷീ, ഹാസ് എന്നുള്ളത് ഹാസിൻ്റെ ആവും. ഹാസിൻ്റെ ഷീ മെയ്ഡപ്പ് ഹെർ മൈൻഡ്. അല്ലെങ്കിലോ ഹാസ് ഷീ നോട്ട് മെയ്ഡപ്പ് ഹെർ മൈൻഡ്, അവൾ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. ഇനി ഇത് നമ്മൾ ക്വസ്റ്റൻ ആക്കിയ നെഗറ്റീവ് ആക്കിയാലോ, ഷീ മെയ്ഡപ്പ് ഹെർ മൈൻഡ് ടു കൺഫ്രണ്ട് ഹിം. ഇത് സിമ്പിൾ പാസ്റ്റ്. ഷീ ഡിഡ് നോട്ട് ഓർ ഡിഡിൻ്റ് മേക്കപ്പ്. പിന്നെ നമ്മൾ ഡിഡ് നോട്ട് ഡിഡിന് പറയാൻ നമ്മൾ V1 ആണല്ലോ വരാവുള്ളൂ. ഷീ ഡിഡ് നോട്ട് മേക്കപ്പ് ഹെർ മൈൻഡ് ടു കൺഫ്രണ്ട് ഹിം. ഇനി അത് ക്വസ്റ്റൻ ആക്കിയാൽ ഡിഡ് ഷീ മേക്കപ്പ്, ഡിഡ് വന്നറിയാം അതുപോലെ ക്വസ്റ്റൻ വെർബിൻ്റെ V1 വരാവുള്ളൂ. ഡിഡ് ഷീ മേക്കപ്പ് ഹെർ മൈൻഡ് ടു കൺഫ്രണ്ട് ഹിം, അങ്ങനെ ആകാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് ഒരു 4-5 സെൻറ്റൻസുകൾ കൂടി എഴുതി ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കാൻ നോക്കാം. ഇതാ ഈ സെൻറ്റൻസുകൾ നോക്കുക. അതിന് മുമ്പ് വെർബ്സ് റീഡ്, റെഡ്, V1, V2, V3, മീറ്റ്, മെറ്റ്, V1, V2, V3. ഹാവ് യു റെഡ് വിങ്സ് ഓഫ് ഫയർ? വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ വായിച്ചോ എന്നല്ല ചോദിക്കുന്നത്, വായിച്ചിട്ടുണ്ടോ. അങ്ങനെ വിങ്സ് ഓഫ് ഫയർ അറിയാമല്ലോ, APJ അബ്ദുൽ കലാം സാറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയാണ്. അപ്പോൾ വിങ്സ് ഓഫ് ഫയറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയണം നമുക്ക് ഇപ്പോൾ. അതാണ് ചോദിക്കുന്നത്, ഹാവ് യു റെഡ് വിങ്സ് ഓഫ് ഫയർ? വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നേരെ മറിച്ച് ജസ്റ്റ് വായിച്ചു പോയൊരു സംഭവമാണ്,
അതിന് വല്ല പ്രസൻറ്റിൽ വല്ല പ്രസക്തിയൊന്നുമില്ല, പ്രസൻറ്റിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയേണ്ടതൊന്നുമില്ല, ഓർക്കേണ്ടതുമില്ല. അങ്ങനെ കഴിഞ്ഞു പോയൊരു കാര്യം മാത്രമായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ പറയും, ഐ റെഡ് ദിസ് നോവൽ ഇയേഴ്സ് അഗോ, വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഈ നോവൽ ഞാൻ വായിച്ചതാണ് എന്ന് നമുക്ക് പറയാം. കാരണം അതിന് അത്രയുള്ള പ്രസക്തിയുള്ളൂ. ഇപ്പോൾ അത് പ്രസൻറ്റായിട്ട് കണക്ട് ചെയ്ത് വിങ്സ് ഓഫ് ഫയർ പോലെ പ്രസൻറ്റായിട്ട് കണക്ട് ചെയ്ത് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ടത് ഓർമ്മിക്കേണ്ടതായ കാര്യങ്ങളില്ല. ജസ്റ്റ് ഒരു നോവൽ വായിച്ചു പോയി വർഷങ്ങൾക്ക് മുമ്പ് എന്ന രീതിയിൽ ഐ റെഡ് ദിസ് നോവൽ ഇയേഴ്സ് അഗോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ നോവൽ വായിച്ചതാണ്. ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്, പോയിരുന്നിട്ടുണ്ട്. നമ്മൾ ഈസാമാർ നമ്മൾ പഠിച്ചു, ആണ്, ഉണ്ട്, വാസ്വർ ആയിരുന്നു, വാസ്വർ ആയിരുന്നു, ഉണ്ടായിരുന്നു. ഹാസ് ബീൻ, ഹാവ് ബീൻ, ആയിട്ടുണ്ട്, ഉണ്ടായിരുന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, അങ്ങനെ പഠിക്കണം. ഹി ഹാസ് ബീൻ ടു പാരീസ് ബിഫോർ, മുമ്പ് അവൻ എന്താണ് പാരീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഹാസ് ബീൻ ടു എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ ബിഫോർ ചേർക്കാം, എഗോ, ലാസ്റ്റ് അങ്ങനെ ചേർക്കാൻ പാടില്ല എന്നുള്ളൂ. ലാസ്റ്റ് അതിലൊരു ഇയർ അങ്ങനെ ചേർക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ നമുക്ക് ബിഫോർ ചേർക്കാം. ഈ ഹാസ് ബീൻ ടു പാരീസ് ബിഫോർ, മുമ്പ് അവൻ പാരീസിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് അവന് പാരീസിനെ കുറിച്ച് അവനക്ക് എന്തിനാണ് അറിയാമായിരിക്കും, പറയാൻ കഴിയുമായിരിക്കും എന്നുള്ള മീനിങ്ങിൽ. ഐ ഹാവ് ബീൻ ദെയർ ബിഫോർ, ഞാനവിടെ മുമ്പ് പോയിട്ടുണ്ട്. ഹിയർ, ദെയർ എന്നൊക്കെ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ടു ചേർക്കാറില്ല. ഐ ഹാവ് ബീൻ ദെയർ ബിഫോർ, ഞാനവിടെ മുമ്പ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അയാളുമായിട്ട് എന്താണ് നമുക്ക് വളരെ പരിചയം തോന്നുന്നു, മുമ്പ് എങ്ങോ കണ്ടുമുട്ടിയ പരിചയം. അപ്പോൾ നമ്മൾ ചോദിക്കും ഹാവ് വി മെറ്റ് ബിഫോർ, നമ്മൾ മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ടോ, നമ്മൾ മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ടോ. കാരണം കണ്ടുമുട്ടിയതുപോലെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, അത്രയും ഫ്രഷായിട്ട് ആ ഒരു മെമ്മറി കിടപ്പുണ്ട് അവിടെ. അപ്പോൾ ആൻസർ ഇങ്ങനെയാവും, യെസ് വി ഹാവ്, നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. വേണ്ടി അത് ചേർത്ത് വി ഹാവ് മെറ്റ് ബിഫോർ എന്ന് വേണ്ടി ചേർത്ത് പറയാം, അതിൻ്റെ ആവശ്യമില്ല. യെസ് വി ഹാവ്, വി ഹാവിൻ്റെ ഷോർട്ട് ഫോം കൺട്രാക്ഷൻ യെസ് വീവ്. ഇനി അത്ര ഒരു പ്രസൻറ്റിൽ അത്ര പ്രാധാന്യം കൊടുക്കണ്ട, അതൊരു പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു സംഭവമായിട്ട് കരുതിയാൽ മതി എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ പ്രസൻറ്റിലേക്ക് എന്താണ് അത്ര ഒരു റെലവൻസോ പ്രസക്തി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജസ്റ്റ് കാഷ്വലായിട്ട് വി മെറ്റ് അറ്റ് എ പാർട്ടി ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം എന്താണ് നമ്മളൊരു പാർട്ടിയിൽ കണ്ടുമുട്ടിയിരുന്നു. അവിടെ നമ്മൾ ലാസ്റ്റ് മന്ത് എന്നുള്ളത് പറയുമ്പോൾ നമ്മളെന്താണ് വി ടു മെറ്റ് ഉപയോഗിക്കാവുള്ളൂ, വി ടു ആയിട്ടുള്ള, അല്ലാതെ വി ഹാവ് മെറ്റ് എന്ന് പറയരുത് ഇവിടെ ലാസ്റ്റ് ഏകോ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വി മെറ്റ് അറ്റ് എ പാർട്ടി ലാസ്റ്റ് മന്ത്, നമ്മൾ ലാസ്റ്റ് മന്തിൽ എന്താണ് ഒരു പാർട്ടിയിൽ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്കെന്താണ് ഇതേ ആൻസർ നമുക്ക് പറയാം ഇവിടെ. അപ്പോൾ ഈ ലെസൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.